ഹലോ ഹലോ പ്രസാദേട്ടാ, ഞാനാ യമുന. ആ എന്താ എന്താ ഇവനെ പറഞ്ഞോളൂ. ആ ഞാൻ വരാം, ഉടൻ വരാന്നേ. ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. അവിടെ തന്നെ നിന്നോളൂ. വിത്തിൻ മിനിറ്റ്സ് ഞാൻ അങ്ങെത്തും. ആ ആ മുരളി സർ, ഒരു അത്യാവശ്യമുണ്ട്. ഞാനൊരു അരമണിക്കൂറിൽ അങ്ങ് എത്താം. കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യല്ലോ. ശരി സർ. ആ വാലിന് തീ പിടിച്ച പോലുള്ള ആ പാച്ചിൽ കണ്ടോ രവി? അത്യാവശ്യം എന്താണെന്ന് മനസ്സിലായോ? അതാർക്കാ ഇനി പിടികിട്ടാത്തത്? കഷ്ടം. ഒരു മനുഷ്യൻ ഇത്രയും അധപ്പതിക്കാമോ? ചില ഇൻടോക്സിക്കേഷനിൽ ചെന്ന് വീണുപോയാ ഏത് ദേവേന്ദ്രനും പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാ. മിക്കവാറും കമ്പനിയിൽ നിന്ന് ഔട്ടാവുന്ന ലക്ഷണമാണ് കാണുന്നത്. ഒരു പെണ്ണുകാരന് എന്തൊക്കെയാ നഷ്ടപ്പെടുന്നത്? ഇങ്ങനെയൊക്കെ ഭ്രാന്ത് പിടിച്ചു എന്നാ തോന്നുന്നേ. ചങ്ങല ഹെഡ് ഓഫീസിൽ ശരിയാക്കുന്നുണ്ട്. എന്താ ഉണ്ടായത്? യമുനയുടെ കോൾ വന്നപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. പറയൂ, എന്താ കാര്യം? കോളേജ് വിട്ട് വരുമ്പോ ഞാൻ അയാളെ കണ്ടു, കാണേണ്ടി വന്നു. അയാളെന്ന് വെച്ചാ? ഞാൻ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന മുഖം. അയാൾ തന്നെ, പ്രസാദേട്ടൻ്റെ ഏട്ടൻ. എന്നിട്ട് അയാൾ എന്തെങ്കിലും അല്ല, അയാൾക്ക് ബോധിച്ചത് അത്രയും പറഞ്ഞു. പരിസര ബോധം പോലും ഇല്ലാതെ, വളരെ റിവെഞ്ച്ഫുൾ ആയിട്ട്. റിവെഞ്ചോ? യമുനോട് എന്തിനാ പ്രതികാരം? മറന്നുപോയോ? ഒരിക്കൽ വീട്ടിൽ വന്നപ്പോ മാക്സിമം ഇൻസൾട്ട് ചെയ്ത് വിട്ടതല്ലേ ഞാൻ. അതിന്റെ ക്ഷീണമായിട്ട് മനസ്സിലുണ്ടാവുമല്ലോ, അഭിമാനം മുറിപ്പെട്ടതിന്റെ ക്ഷീണം. ഒരു ടിറ്റ് ഫോർ ടാറ്റിന് ചാൻസ് നോക്കി നടക്കുകയായിരുന്നു. കിട്ടിയപ്പോ ശരിക്ക് പകരം വീട്ടി. പറയാവുന്നതൊക്കെ പറഞ്ഞു. എന്നിട്ട് യമുന എല്ലാം കേട്ടു നിന്നോ? തിരിച്ചങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ? കുറെ ഞാനും പറഞ്ഞു. പിന്നെ റോഡല്ലേ, ആ ബോധം അയാൾക്കില്ലെങ്കിലും എനിക്കുണ്ടാവണല്ലോ. ഞാനൊരു പെണ്ണല്ലേ. അയാൾ എന്താ യമുനോട് പറഞ്ഞേ? നമ്മുടെ കാര്യം തന്നെ. നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് അയാൾക്ക് തോന്നിയ നിറങ്ങൾ, അയാൾക്ക് തോന്നിയ വ്യാഖ്യാനങ്ങൾ. എന്തൊരു രോഷമായിരുന്നു ആ മുഖത്ത്. എന്തിനാണാവോ രോഷം? സുമിത്രേച്ചിയുടെ ജീവിതത്തിന്റെ സേഫ്റ്റിയെ പറ്റി ഓർത്തിട്ടാത്രേ. ഓർക്കണല്ലോ, അയാളുടെ ജീവിതം സേഫ് ആക്കി കൊടുത്തത് അവളാണല്ലോ. ബാങ്ക് ലോണും തയ്യൽ മെഷീനൊക്കെ ഒപ്പിച്ചു കൊടുത്തിട്ട് ആ നന്ദി കാണിക്കണ്ടേ? യമുനയെ വഴി തടഞ്ഞു നിർത്തി ആക്ഷേപിച്ചതിന് അയാളുടെ പേരിൽ സ്ത്രീപീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. നാസ്റ്റി ഫെലോ. കുറെ കാലം വില്ലനായി തോന്നിയാസം ജീവിച്ചിട്ട് ഇപ്പൊ നായകനാവാനുള്ള ശ്രമ. അതിന് ഏറ്റവും എളുപ്പ മാർഗം പ്രസാദനെ വിമർശിക്കാണല്ലോ, താറടിച്ച് കാണിക്കാണല്ലോ. അല്ല പ്രസാദേട്ടാ, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് അയാൾ എങ്ങനെയാ അറിഞ്ഞേ? ആരേതൊക്കെ പാടി നടക്കുന്നേ? വേറെ ആരാ? തന്റെ ചേച്ചി തന്നെ. കൂടെ കഴിയുമ്പോഴും ഭർത്താവിന്റെ ഇമേജ് അങ്ങനെ തകർക്കാം എന്നല്ലേ അവളുടെ ആലോചന. രമേശേട്ടൻ മാത്രമല്ല, പ്രസാദേട്ടന്റെ ഓഫീസിലുള്ളവരും ഒട്ടും മോശമൊന്നുമല്ല. എന്താ ഇവൻ അങ്ങനെ പറഞ്ഞ്? രമേശേട്ടൻ എന്നെ ഇൻസൾട്ട് ചെയ്ത കാര്യം പറയാൻ ഞാൻ ആദ്യം വന്നത് പ്രസാദേട്ടന്റെ ഓഫീസിലാ, അറിയോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. അത്ര ഗംഭീരമായിരുന്നു അവിടുത്തെ അനുഭവം. എന്തുണ്ടായിന്ന് പറയൂ. മാനേഴ്സ് എന്താണെന്ന് കഴിഞ്ഞ ജന്മത്തിൽ പോലും അറിയാത്ത കുറെ എഞ്ചിനീയേഴ്സ്. എന്തൊക്കെ വൾഗർ കമന്റ്സ് അവരുടെ വായിന്ന് വീണെന്ന് പ്രസാദേട്ടൻ അറിയോ? ഇതൊക്കെ കേൾക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? താൻ വിഷമിക്കാതിരിക്കെ. യമുന ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വന്തം തെറ്റ് കാണാതെ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുന്ന എല്ലാ അവന്മാർക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഞാനത് കൊടുക്കും.
അതെ, ഇവിടെ പുതുതായി താമസിക്കാനെത്തിയ സ്കൂൾ മാഷിന്റെ വീടേതാ? രമേശ് മാഷ്. അത് ഇവിടെ നേരെ ചെന്നിട്ട് വലത് സൈഡിൽ 4ാമത്തെ വീടാ. അവിടെ റൈറ്റ് സൈഡിൽ 4ാമത്തെ വീടല്ലേ? ആ അതെ. ശരി, താങ്ക് യു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ലൈഫിൽ തലയിടരുതെന്ന്, എന്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഇടപെടരുതെന്ന്? പിന്നെ എന്ത് അധികാരത്തിന്റെ പേരില നിങ്ങൾ ഈ മര്യാദ കാണിച്ചത്? എന്റെ അനിയൻ വളരെയേറെ എക്സൈറ്റഡ് ആണല്ലോ. അപ്പൊ പ്രശ്നം ലേശം ഗൗരവമുള്ളതാണ്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടല്ലോ. ഞാൻ മര്യാദകൾ കാണിച്ചത് എന്തിനാണെന്നല്ലേ? പക്ഷേ അതിനുത്തരം പറയണമെങ്കിൽ ആ മര്യാദകൾ എന്താണെന്ന് ഞാൻ അറിയണ്ടേ? നിങ്ങൾക്കറിയില്ല? മര്യാദ കെട്ട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞുപോയി. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ വളരെ ഡീസന്റാ, ഗൃഹസ്ഥൻ, ഭാര്യയോടും മക്കളോടും ഉത്തരവാദിത്തമുള്ളവൻ. അങ്ങനെയുള്ള ഞാൻ മര്യാദകൾ കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കുക? തമാശ പറയാനല്ലേ? പക്ഷെ പ്രസാദിനോടുള്ള തമാശ സൂക്ഷിച്ചു വേണം. പെൺകുട്ടികളെ വഴിയിൽ തടഞ്ഞു നിർത്തുക, ഇൻസൾട്ട് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അല്ലടാ, ഒരിക്കലുമല്ല. നീ അതറിയുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. നീ അറിയാൻ വേണ്ടി തന്നെ അവളോട് അത്രയും പറഞ്ഞത്. യമുനെ ശാസിക്കാനും വരട്ടാനൊക്കെ നിങ്ങൾ ആരാ? അവളുടെ ഗോഡ് ഫാദറോ? അല്ലടാ, അവളുടെ ഫാദറിനെ ആരാധിക്കുന്ന ഒരുത്തൻ. ഫാദറിനെ ആരാധിക്കേ, പടം വെച്ച് പൂജിക്കേ, എന്ത് വേണമെങ്കിലേക്കോ. പക്ഷെ മേൽ യമുനോട് മര്യാദ ഇല്ലാതെ പെരുമാറിയാൽ എന്തു ചെയ്യും? കുറെ നേരമായല്ലോ എന്റെ മുറ്റത്ത് വന്ന് കുരയ്ക്കുന്നു. എന്താ എന്റെ പ്രശ്നം? യമുനയോട് ഞാൻ 2 വർത്താനം പറഞ്ഞു, ശരിയാ. അതിന് നിനക്കെന്താ എത്ര ക്ഷോഭം? യമുന നിന്റെ ആരാ? ഭാര്യയുടെ അനീതിയല്ലേ, ഭാര്യയല്ലല്ലോ. അനാവശ്യം പറയരുത്. അനാവശ്യം? എടാ പ്രസാദേ, മിനിമം വാക്കുകൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിനക്ക് നാണമില്ലേ? പേഴ്സണൽ മാറ്ററിൽ ഇടപെട്ടു പോലും. യമുന നിന്റെ പേഴ്സണൽ മാറ്റർ ആണല്ലേ? അപ്പൊ സുമിത്ര ആരാ? സ്വന്തം അനിയത്തിയെ പോലെ കാണേണ്ട കുട്ടിയുമായിട്ട് നീ അഫയർ ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ? നീയാണോടാ അച്ചടക്കമുള്ള അച്ഛന്റെ മകൻ? അച്ഛന്റെ പോലീസ് ചിട്ടയും ഗൗരവവും അസഹ്യമായിരുന്നെങ്കിലും അച്ഛന്റെ ക്യാരക്ടർ ശുദ്ധമായിരുന്നു. ഒരൊറ്റ ഭാര്യ ആ മനുഷ്യൻ ഉണ്ടായിരുന്നുള്ളൂ, മരണം വരെ. സുഭദ്ര, നമ്മുടെ അമ്മ. അച്ഛനെ ഫോളോ ചെയ്യുന്നു അവകാശപ്പെടുന്ന നീ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് എന്താ? ഞാൻ അങ്ങനെ പലതും ചെയ്തെന്നിരിക്കും, അതൊന്നും നിങ്ങൾ വിലയിടേണ്ട കാര്യമില്ല. എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. ഇല്ല പ്രസാദേ, അങ്ങനെ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റില്ല. വെല്ലുവിളിയാണ്. അതെ, ഞാൻ ജീവിച്ച് കാണിച്ചാലോ? അടിച്ചതിന്റെ പല്ലു ഒഴിക്കും ഞാൻ. വിടറി. ഇങ്ങോട്ട് വരാൻ. എന്നെ വിടാൻ. എടാ പ്രസാദേ, നിന്നെ നിയന്ത്രിക്കാൻ എനിക്കെന്ത് അധികാരം നീ ചോദിച്ചില്ലേ? മര്യാദക്ക് ജീവിച്ചോ, അല്ലെങ്കിൽ ആ അധികാരം എന്താന്ന് നിന്നെ ഞാൻ കാണിക്കും. പൊയ്ക്കോ എന്റെ മുറ്റത്തുനിന്ന്. പ്രസാദ് പോവാണ്, കാണാം. രമേശേട്ടാ, എന്താ പറ്റിയത്? എന്ത് ഭ്രാന്തൊക്കെയാ കാട്ടിയത്? ഭ്രാന്ത് എനിക്കല്ല പാറു, അവനാ. അത് ചികിത്സിച്ച് മാറ്റണം. യമുനയ്ക്ക് വേണ്ടി അവൻ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നു. ശരിയാ രമേശേട്ടാ, ഇതുവരെ എനിക്ക് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ എനിക്കെല്ലാം വ്യക്തമായി. അരുതാത്ത കാര്യങ്ങളിലേക്കാ പ്രസാദിന്റെ പോക്ക്. ഇതിന് ഒരു പരിഹാരം വേണമല്ലോ. ബാലമാമയെ അറിയിച്ചാലോ? ആ, ബാലമാമയെ വിവരം അറിയിക്കണം, ഇന്ന് തന്നെ. ഒരു വിളക്ക് കൊളുത്തി വയ്ക്കാൻ ആരുമില്ലേ? ഭാഗ്യലക്ഷ്മി, യമുനെ, എവിടെ പോയി കിടക്കുന്നു എല്ലാവരും? യമുനെ, എന്താ എല്ലാവരും രാജ്യം വിട്ടു പോയ? താനിത് എവിടെയായിരുന്നു? സന്ധ്യയ്ക്ക് ഉമ്മറത്തൊരു ദീപം വെക്കുന്ന പതിവുണ്ട്, അത് മാറ്റിയോ? എനിക്കെന്താ, സുഖമില്ലേ? ഞാൻ കിടക്കുകയായിരുന്നു, മനസ്സിന് ഒരു സുഖമില്ല.
എന്താ ഇപ്പൊ പെട്ടെന്ന് മനസ്സുഖമില്ലാതാവാൻ? നാളെ എന്തൊക്കെയാവും ഈശ്വര സംഭവിക്കാന്ന് ആലോചിക്കുമ്പോ നാളത്തെ കാര്യം നാളേക്ക് വിടുക, അല്ലെങ്കിൽ നാളെ നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് മനസ്സിന് ഉറപ്പ് കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ കടിഞ്ഞാണില്ലാതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതും ഒട്ടും മനക്കെട്ടിയില്ലാത്ത ഒരു ജന്മം. നീ എവിടെയായിരുന്നു? ഞാൻ ടെറസില് ടെറസിൽ എന്താ മഴയുടെ അളവ് നോക്കുകയായിരുന്നു? തുണികൾ എടുക്കാൻ പോയതാ. സന്ധ്യയായി വിളക്ക് വെക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ, അത് മറന്നോ? അമ്മ നാളെ പറ്റി ചിന്തിച്ച് അപ്സെറ്റ് ആയതുകൊണ്ട് പറഞ്ഞു. നീ എന്തെങ്കിലും ചിന്തയിലായിരുന്നോ? എങ്കിൽ നാളെ മുതൽ ഞാൻ ഏറ്റെടുത്തോളാം ആ ജോലി. എന്താ? അത് ശരി, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഈ മഴയത്ത് എവിടെ പോയതാ? ഞാൻ വെറുതെ പുറത്തേക്ക്. ഈ വീടിന് എന്താ പറ്റിയത്? എന്താ ഭാഗ്യലക്ഷ്മി നിങ്ങൾക്കൊക്കെ? ശ്വാസം മുട്ടു ഇവിടെ വന്നാ. സാർ ഇങ്ങനെ അപ്സെറ്റ് ആവേണ്ട ഒരു കാര്യമില്ല. ഈ ലോകത്തിൽ ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുമല്ലോ സാറിൻ്റെ ടെൻഷൻ കണ്ട. നമ്മളെ യന്ത്രങ്ങളൊന്നുമല്ല, പച്ച മനുഷ്യരാ. സ്നേഹമെന്ന് പറയുന്നത് ഒരു ഒറ്റ ബാങ്കിലിടാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നുമല്ല. ഇനിയിപ്പോൾ അഥവാ FD ആണെന്ന് തന്നെ വെച്ചോ, ഒരു ബാങ്കിൽ പലിശ പോരം തോന്നിയാ അല്ലെങ്കിൽ ആ ബാങ്ക് പൊളിഞ്ഞാ നമ്മൾ വേറെ ബാങ്ക് അന്വേഷിക്കില്ലേ? അതിനെന്തിനാ സാറിന് മനസാക്ഷി കുത്ത്? കിട്ടേണ്ടടുത്തുനിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്നേഹം കിട്ടുന്നിടത്തേക്ക് പോകും. അത് പ്രകൃതി നിയമമാണ്. പക്ഷെ വിശാൽ, എനിക്കൊരു ക്ഷീണമുണ്ടായി എന്നറിഞ്ഞപ്പോൾ ഇന്നോളം എൻ്റെ മുന്നിൽ നിവർന്നു നിൽക്കാത്തവർ പോലും എന്നെ ഇപ്പൊ വിമർശിക്കുന്നുണ്ടല്ലേ? അതെ, ഒരവസരം കിട്ടാൻ, ഒരായുധം കിട്ടാൻ കാത്തു നിന്ന പോലെ. സ്നേഹത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ നമ്മൾ ഈ ആക്രമണങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിരിക്കണം സാർ. രണ്ട് കണ്ണുമില്ലാത്തവൻ ഒരു കണ്ണില്ലാത്തവനെ പരിഹസിക്കുന്നു ഈ സമൂഹം, അതാ. പക്ഷെ ആ കണ്ണുപൊട്ടന്റെ വിടുവായത്തം കേട്ട് നമ്മൾ അപ്സെറ്റ് ആയാൽ പോയി. അപ്സെറ്റ് ആവരുത്. പകരം കൂടുതൽ ആവേശത്തോടെ നമ്മുടെ വഴി തന്നെ നീങ്ങണം, മാക്സിമം ദൂരം. എന്നെ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് കെയർ. പക്ഷെ യമുനെ എന്തിനാ അവർ വേദനിപ്പിക്കുന്നു? ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? സാറിന് സ്നേഹം തന്നു, അത് തന്നെയാണ് യമുന ചെയ്ത തെറ്റ്. മനുഷ്യർക്ക് സ്നേഹം കൊടുക്കാൻ പാടില്ലെന്നുള്ള കാര്യം സാറിന് ഇതുവരെ അറിഞ്ഞൂടെ? എന്റെ സാറ്, യമുന ചെയ്തതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും വലിയ ക്രിമിനൽ ഒഫൻസാ. മറിച്ച് സുമിത്ര ചെയ്യുന്നതാണ് കറക്റ്റ്. അതായത് ശങ്കർജി സാറിന് 100 മാർക്കും ഭർത്താവായ സാറിന് 0 മാർക്കും തരിക. കാരണം സാറ് പുസ്തകം വായിക്കാത്തവനല്ലേ. പിന്നെ അരസികനും വെറും ഒരു എഞ്ചിനീയറുമായ സാറിനെ അവഗണിക്കുക, പകരം സാഹിത്യത്തെയും യുവസാഹിത്യകാരന്മാരെയും മനസ്സിൽ കൊണ്ടു നടക്കുക. ഈ ജന്മമോ സാറിനെ പോലൊരാളുടെ കൂടെ പെട്ട് വേസ്റ്റ്. അതുകൊണ്ട് അടുത്ത ജന്മമെങ്കിലും മനസ്സിനിഷ്ടപ്പെട്ട ഒരു യുവകവിയുടെ ഭാര്യയാവാൻ ഭാഗ്യമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് സാർ സമൂഹത്തിന് വേണ്ടത്. സമൂഹം കുടിച്ച് ലക്കില്ലാതെ ഓടയിൽ കിടന്നിരുന്നവനാണ് പെട്ടെന്നൊരു ദിവസം മാന്യനായി എന്നെ തിരുത്താൻ വരുന്നത്. സാറിന്റെ ചേട്ടന്റെ കാര്യമായിരിക്കും. അങ്ങനെ ഒരുപാട് ചേട്ടന്മാരോ അമ്മാവന്മാരോ ഒക്കെ ഈ രാജ്യത്തുണ്ട്. അഡ്വൈസേഴ്സ്, സോഷ്യൽ റിഫോമേഴ്സ്. അവറ്റകൾ കുരച്ചോട്ടേന്ന് വെക്കണം. നമ്മൾ ഒരിക്കലും കീഴടങ്ങാൻ പാടില്ല. പോയി പണി നോക്കാൻ പറയണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തോ അത് ചെയ്യണം. ഇനി ഞാനൊരു രഹസ്യം പറയട്ടെ സാർ. എന്താ? ഈ ഒരു വിഷയത്തിൽ സ്വല്പ എതിർപ്പുണ്ടാവുന്നത് നല്ലതാ. എങ്കിലേ നമുക്കൊരു വാശി ഉണ്ടാവും. എതിർക്കുന്നവർക്കാണ് മറുപടി കൊടുക്കേണ്ടത്, അല്ലാതെ മന്ദബുദ്ധികൾക്കല്ല. ഞാൻ മറുപടി കൊടുക്കും വിശാൽ. യമുന സാറിനെ കാണാൻ ഓഫീസിൽ വന്നനല്ലേ ആ ബോറന്മാര് സാറിനെ ഇൻസൾട്ട് ചെയ്തത്? അതിനുള്ള മറുപടിയായി സാറ് തന്നെ യമുനയുടെ കയ്യും പിടിച്ച് ഓപ്പൺ ആയിട്ട് ഓഫീസിലേക്ക് കയറി ചെല്ലണം. എന്താ പറ്റൂ?
സാറിന് അതിനുള്ള ഗട്സ് ഉണ്ടോ? ഓഫ് കോഴ്സ് ഐ ആം പ്രസാദ്. ഞാനത് ചെയ്യടോ, ടുഡേ ഇറ്റ് സെൽഫ്. യമുന കയറ്. എന്താ പ്രസാദേട്ടാ? കയറൂ. നമ്മൾ എവിടേക്കാ? പറയാം, അത് ഞാൻ കയറ്. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. തീയിലേക്കാണെങ്കിലും വെള്ളത്തിലേക്കാണെങ്കിലും ഈ പ്രസാദട്ടം വിളിച്ച യമുന വരില്ലേ? അതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഒന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാ. അസൂയ, അപകർഷതാബോധം, അസഹ്യത, ഇതൊക്കെ മൂത്ത് ആരെങ്കിലും നമുക്ക് നേരെ ചെളിവാരി എറിഞ്ഞാൽ തല താഴ്ത്തി തിരിച്ചു പോരുകയല്ല വേണ്ടത്. അത് ഭീരുത്വമാണ്. എനിക്ക് ക്ലിയർ ആവുന്നില്ല പ്രസാദേട്ടാ. യമുന എന്നെ കാണാൻ എൻ്റെ ഓഫീസിൽ വന്നു. എൻ്റെ കൊളീഗ്സ് എന്ന് പറയുന്ന ചെറ്റകൾക്ക് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്നു. ഇനഫ്. അവിടെ കഴിയുന്ന സംഭാഷണം അവിടെ കഴിയണം. അതിനു പകരം നാൽക്കവലയിലെ തറ ടിക്കറ്റുകാരുടെ സംസ്കാരം അവർ കാണിച്ചാൽ അതിനുള്ള മരുന്ന് കൊടുക്കണ്ടേ? കൊടുക്കണം. എങ്കിലേ അവരുടെ രോഗം മാറൂ. പ്രസാദേട്ടൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണോ? അതെ. ഒരു